സംഭവങ്ങളുടെ ഒരു സമയം അപ്പോഴും ശിഷ്യന്മാരുടെ മനസ്സിൽ തോന്നിക്കണം, കർത്താവേ ഇത് എപ്പോഴും നടക്കുമെന്നറിഞ്ഞെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കാമല്ലോ എന്ന്. പക്ഷേ ആ നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് ആ ഒരു നാളും നാഴിക പോലും, നാഴിക എന്ന് പറഞ്ഞാൽ ആ ഒരു മിനിറ്റിൻ്റെ ഒരു സമയം പോലും ആർക്കും അറിയാൻ സാധിക്കത്തില്ല. അത് കർത്താവിനോട് കൂടെ ഇരിക്കുന്ന, തനിക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൂതന്മാർക്കോ അല്ലെങ്കിൽ താൻ അയച്ച പുത്രനായ യേശുവിന് പോലും ആ സമയം അറിയാൻ പാടില്ല എന്നാണ് യേശു പറഞ്ഞത്. പ്രിയ ദൈവ പൈതൽ, അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ നമ്മുടെ മരണമോ കർത്താവിൻ്റെ വരവോ ഏതാദ്യം നടക്കുമെന്ന് നാം അറിയാതിരിക്കുന്നത് കൊണ്ട് നാം ഓരോ നിമിഷവും നാം ഉണർന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കണം എന്നാണ് യേശു ശിഷ്യന്മാരും മുഖാന്തരം നമ്മോട് പഠിപ്പിച്ചത്. പ്രിയ ദൈവ പൈതലെ, ആയതുകൊണ്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ